എൻ്റെ പേര് എൽദോസ് എന്നാണ്. ആദ്യമേ തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് എൽദോസ്. കൂത്താട്ടോളം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ സാക്ഷ്യം, ഞാൻ 2012 ആണ്ട് തൊട്ട് കേരള ഗ്രാമീൺ ബാങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് പോരുകയായിരുന്നു. അങ്ങനെ 5 വർഷത്തോളം ജോലി ദിവസവേതനത്തിൽ ചെയ്തിട്ടും ബാങ്ക് മാനേജ്മെൻറ്റ് എന്നെ സ്ഥിരപ്പെടുത്താതെ യാതൊരു ആനുകൂല്യങ്ങളും തരാതെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പം വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മോശമായി തുടങ്ങി. മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ ബാങ്കിൽ തന്നെ കൂടെ വർക്ക് ചെയ്യണ മറ്റ് സ്റ്റാഫുകളൊക്കെ പറഞ്ഞു, എത്ര നാളിങ്ങനെ ഡെയിലി വേജറായിട്ട് മുന്നോട്ട് പോകും, ഇതിനൊരു തീരുമാനം വേണ്ടേ. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, മറ്റേ ഹൈക്കോടതിയിലൊരു കേസ് ഫയൽ ചെയ്യുക, ഇങ്ങനെ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ബാങ്കിൽ ജോലി ചെയ്തിട്ട് ബാങ്ക് സ്ഥിരപ്പെടുത്തുന്നില്ല എന്നും പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യുക. ഒന്നുമില്ലേ നിനക്ക് നല്ലതായിട്ടുള്ള ഒരു തീരുമാനം വരും, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ദേഷ്യത്തിൽ ചിലപ്പോൾ മാനേജ്മെൻറ്റ് ചിലപ്പോൾ നിന്നെ ജോലിയിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞു വിടും. ഏതായാലും രണ്ടിലൊരു കാര്യം ഇതിനകത്ത് തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ വക്കീൽ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിലും ചോദിച്ച് അങ്ങനെ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. 5 വർഷക്കാലമായിട്ട് യാതൊരു തീരുമാനവും ആയില്ല. മാനേജിൻ്റെ ഭാഗത്തു നിന്ന് കേസ് കൊടുത്തു, അവരും കേസ് നടത്തിക്കൊണ്ടിരുന്നു. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിലെ ചിലവും കഴിഞ്ഞിട്ട് വേണം എനിക്ക് കേസ് നടത്താൻ. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് ബാങ്കിൻ്റെ പൈസ എടുത്താണ് അവർ കേസ് നടത്തുന്നത്. അവർക്ക് എത്ര രൂപ വേണേലും മുടക്കി കേസ് നടത്താൻ പറ്റും. പക്ഷേ കേസ് അധികം കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം വളരെയധികം വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ മൊബൈലിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, മറ്റേ കൃപാസനത്തിലെ ഇത് ആൾക്കാരിങ്ങനെ പോസ്റ്റ് ഇടുന്നതും സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ പത്രങ്ങളൊക്കെ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ പത്രം കൊണ്ട് കൊടുക്കും. അപ്പോൾ ഞാനും പത്രം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി അതൊക്കെ വായിച്ച് എൻ്റെ വൈഫിനും അമ്മയ്ക്കും ഒക്കെ അത് വായിക്കാൻ കൊടുക്കും. അങ്ങനെ ഒരുപാട് പേരെ സാക്ഷ്യങ്ങൾ അതിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം വൈഫിനോട് പറഞ്ഞു, നമുക്ക് ആലപ്പുഴയിൽ കൃപാസനത്തിൽ നമുക്കൊന്ന് പോയാലോ, ഉടമ്പടി എടുക്കണ്ട, നമുക്ക് പോയി അവിടെ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞ് കണ്ടു കേട്ട് പോരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം ഒത്തു കഴിഞ്ഞപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ വന്ന് ആ പുറത്ത് വന്നു കഴിഞ്ഞപ്പം മണലിട്ടാ താഴെയല്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്താ അടിയെന്ന് ചോദിച്ചു, നമ്മളെങ്ങനെയാണ് കയറുന്നതെന്ന് ചോദിച്ചു. ചേട്ടൻ വാന്നും പറഞ്ഞ് ഞങ്ങൾ അതിലെ ഇങ്ങനെ തിക്കിനിടയ്ക്കോടെയൊക്കെ കയറി ഞങ്ങൾ ഇതിലെ കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ജോസഫ് അച്ഛൻ്റെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വിധത്തിൽ ഇവിടെ വന്നിങ്ങനെ മുറ്റുമേ നിന്ന് അൾത്താരയിലേക്ക് നോക്കി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് വഴിപാടൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ എൻ്റെ ചെവിയിലൂടെ ഇങ്ങനെ ഒരു കാറ്റടിക്കും പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുക, നീ കൃപാസനത്തിലേക്ക് വന്ന് നീ ഉടമ്പടി എടുക്കുക, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമാനമാവും, നീ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയണ പോലെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നുണ്ട്, കൂടെ അതിങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, എന്നാൽ നമുക്ക് പോയി ഉടമ്പടി എടുത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പിന്നീടൊരു ദോഷമായിട്ടോ വല്ല പാപമായിട്ടോ ഒക്കെ തീർന്നു കഴിഞ്ഞാലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാരമില്ല, നമുക്ക് എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു ഞാനും വൈഫും കൂടെ 2023 ഒക്ടോബർ 23 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വെഞ്ചിരിച്ച എണ്ണയും കാശുരൂപവും തിരിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലി തൈലമിട്ട് നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ച് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാ മാസവും, ചില മാസങ്ങളിൽ 2 പ്രാവശ്യം വെച്ച് വരും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ എന്തായാലും വരും. ഇവിടെ വന്ന് പത്രമൊക്കെ മേടിച്ച് വഴിപാടൊക്കെ ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ 91 ദിവസം, ആദ്യത്തെ 91 ദിവസം അങ്ങനെ കടന്നുപോയി. അതിനിടയ്ക്ക് ഒരു സന്തോഷം ഇതെനിക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് എൻ്റെ കേസിൻ്റെ ഇതിൽ അനുകൂലമായിട്ട് വിധി വന്നു. സിംഗിൾ ബെഞ്ച് അനുകൂലമായിട്ട് തോന്നി ഒരു വിധി അങ്ങനെ വന്നു. ആ വിധി ഇങ്ങനെ വന്ന് മാനേജ്മെൻറ്റ് ആ വിധിയിൽ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോയി.
സിംഗിൾ ബെഞ്ചിലെ കേസ് തന്നെ എങ്ങനെ നടത്തിയെന്ന് ചോദിച്ചാൽ അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഹൈക്കോടതിയിലൊക്കെ കേസ് നടത്തണമെങ്കിൽ എത്ര രൂപ വേണമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഒരു ഡെയിലി വേജറായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം അവൻ്റെ കുടുംബത്തിലെ ചിലവ് കഴിഞ്ഞിട്ട് അവനത് കോടതിയിലെ വക്കീലിനെ കൊടുക്കാനുള്ള കാശില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നപ്പം മാനേജ്മെൻറ്റ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോയി. ഞാനും എനിക്ക് പറ്റുന്നത് പോലെ തന്നെ എൻ്റെ വക്കീൽ പറഞ്ഞു നമുക്ക് ഏതായാലും ഡിവിഷൻ ബെഞ്ചിലും കൂടെ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് നീ വിട്ടാരെ. അതിന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുപ്രീം കോടതിയാണ്, അത് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഗതിയാണ്, അത് നീ വിട്ടാരെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പിറ്റേ മാസം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ സിംഗിൾ ബെഞ്ചിൽ നിന്ന് വിധി വന്നിട്ടും മാനേജ്മെൻറ്റ് ഡിവിഷൻ ബെഞ്ചിൽ പോയല്ലോ, എൻ്റെ ഭാഗത്ത് ആരും ഇല്ലല്ലോ, എന്നെ സഹായിക്കാനും കാശ് മുടക്കാനും ഒന്നുമില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാതാവ് തന്നെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾ ഉടമ്പടി പുതുക്കിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 42 ദിവസമോ അങ്ങനെ എന്തോ ആകുമ്പം ഒരു നമ്മുടെ നിയോഗത്തിൽ ഒരു കാര്യം നടക്കുമെന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടതിൻ്റെ ആണോ ഇല്ല കേട്ടത് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് 2024 ഫെബ്രുവരി 10 ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി അന്നോട്ട് ഞാൻ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടു ഇന്നേക്ക് 42 ദിവസത്തിനുള്ളിൽ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം മാതാവ് ഉണ്ടാക്കി തന്നേ പറ്റൂ. ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു, ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. കേസ് ഡിവിഷൻ ബെഞ്ചിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ വക്കീൽ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കും, ദിവസേ കാശ് കുറച്ച് വേണമല്ലോ. അപ്പം എനിക്ക് നിവൃത്തിയില്ല കാശ് കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ സിംഗിൾ ബെഞ്ചിനേക്കാളും കൂടുതൽ പൈസയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നപ്പം ആകുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം മാതാവിൻ്റെ തൈലം എടുത്ത് നെറ്റിയെ കുരിശ് വരച്ച് വെഞ്ചരിച്ച് ഉപ്പ് എടുത്തിട്ട് സ്വർഗ്ഗസ്നായ പിതാവും നന്മ നിറഞ്ഞ മറിയും ചൊല്ലിയിട്ട് ആരും ചവിട്ടാത്ത ചെടിയുടെയൊക്കെ അടിയിൽ കൊണ്ട്, അപ്പോൾ ആരും ചവിട്ടിയല്ലോ, നല്ല റോസാ ചെടിയുടെയൊക്കെ അടിയിൽ കൊണ്ട് ഇങ്ങനെ മണ്ണ് മാറ്റിയിട്ട് ഇടും, അപ്പോൾ ആരും ചവിട്ടില്ല, എന്നിട്ട് പോവും. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ എന്നാണ്ട് എങ്ങനെ നിങ്ങളുടെ കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കും നിൻ്റെ GPay നമ്പർ എത്രയാണെന്ന് ചോദിക്കും. ഞാൻ പറയും എൻ്റെ നമ്പർ ആ ഫോൺ നമ്പർ തന്നെയാണെന്ന് പറയും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ആരെങ്കിലുമൊക്കെ ക്യാഷൊക്കെ ഇട്ട് തരും. അങ്ങനെ വക്കീലിന് കൊടുക്കാനുള്ള പൈസയൊക്കെ ഒരു വിധത്തിൽ അങ്ങനെ ഒപ്പിച്ച് കൊടുത്തുകൊണ്ടിടും. അങ്ങനെ ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2024 മാർച്ച് 22 തീയതിയാണ് ആ 42 ദിവസം ആകണത്. മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2024 മാർച്ച് 22 തീയതിക്ക് 2 ദിവസം മുന്നേ, അതായത് 42 ദിവസത്തിന് 2 ദിവസം മുന്നേ 2024 മാർച്ച് 20 തീയതി രാവിലെ, അപ്പോൾ ഞാൻ പതിവ് പോലെ ബാങ്കിലേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ബാങ്കിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ ബംഗാളി പണിയാണ്, ഡെയിലി വേജറാണെങ്കിലും പണിക്കൊരു കുറവില്ല, ശമ്പളം ആനുകൂല്യമൊന്നും ഇല്ലെങ്കിലും പണിക്കൊരു കുറവുമില്ല, ഓടി നടന്ന് പണിയെടുത്തോളം. നല്ല തിരക്കാണ് രാവിലെ. ഒരു 10 ആയി കഴിഞ്ഞപ്പം രാമപുരം ബ്രാഞ്ചിലെ ഒരു സ്റ്റാഫ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ദിവസം ഇന്നലെ ഹെഡ് ഓഫീസിലെ ഡയറക്ട് ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ കേസിൻ്റെ കാര്യം എന്തോ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, ദിവസത്തെ കേസിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്, അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് എന്താ തീരുമാനം എടുത്തതെന്നുള്ളതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരു അതിൻ്റെ ഞാൻ പറയാൻ വിട്ടുപോയത്, അതായത് 2 ദിവസം മുന്നേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നല്ലോ. അപ്പോൾ അവരത് സുപ്രീം കോടതി പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതാണ് അതിനകത്ത് തീരുമാനം എടുത്തത്. അപ്പോൾ എന്നോടിങ്ങനെ ഈ പറഞ്ഞ ആൾ പറഞ്ഞു സുപ്രീം കോടതിയിലേക്ക് മാനേജ്മെൻറ്റ് പോകുമെന്നാണ് ഇങ്ങനെ ഒരു ശ്രുതി കേട്ടെ, പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് പരിചയമുള്ള ആൾക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൽദോസെ ഇന്നലെ ഡയറക്ട് ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനകത്ത് എൽദോസിൻ്റെ കേസ് എന്താ സംസാരിച്ചെന്ന് അറിയില്ല, ചർച്ച ചെയ്തായിരുന്നു, കൂടുതലൊന്നും അറിയത്തില്ല, അത് അവർക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉച്ചയായി എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നിയില്ല. എന്നുവെച്ചാൽ എന്തായിരിക്കും ഇന്നലെ ഡയറക്ട് ബോർഡിൽ സംഭവിച്ചത്, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലല്ലോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല, കൊണ്ടുപോയ ചോറ് എൻ്റെ ബാഗിനകത്ത് തന്നെ ഇരിക്കുക. അപ്പം അവരെന്നോട് ചോദിച്ചു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഇതില്ല, ചെറിയ തലവേദനയുണ്ട്, ഞാൻ പിന്നെ കഴിച്ചത് ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ട്രാൻസാക്ഷൻ്റെ സമയം കഴിയുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ
കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന് അവരാരും കഴിച്ചിട്ട് വന്ന് 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇത് തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോഴത്തെ സമയമായി. ഒരു 3 മണിയായപ്പോൾ, ഏറ്റവും ആ സമയത്തിന് തന്നെ ഒരു പ്രാധാന്യമുണ്ട്. കറക്റ്റ് ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കും. അപ്പോൾ ട്രൂ കോളിൽ ഇങ്ങനെ HR വിങ് എന്ന് പറഞ്ഞിങ്ങനെ കോൾ വരുക. ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വിളിച്ചു. എന്നിട്ട് ഒരു മേഡം, ഞാൻ HR GM വിളിക്കണേ, നിങ്ങളുടെ ബ്രാഞ്ചിലെ കമ്പ്യൂട്ടറിൽ ഒരു മെയിൽ വന്നിട്ടുണ്ട്, മെയിൽ ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ എന്താ പോലും, ഞാൻ കേസിന് പോയതുകൊണ്ട് ഇനി എന്നെ പറഞ്ഞു വിടാനുള്ള ഓർഡർ വല്ലതും ആണോ വന്നേക്കണേ. അപ്പോൾ ഒരു വിഷമം. അപ്പോൾ ഞാൻ വേഗം ചെന്ന് മാനേജർ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു ഇപ്പം GM വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മെയിൽ വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. GM ചേട്ടനെ വിളിച്ചോ? അപ്പോൾ സാധാരണ എന്നെയാണല്ലോ, മാനേജറെ ആണല്ലോ വിളിക്കാറ്, അതിനാ എൽദോസിനെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല സാറ്, ആ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. സാറ് വേഗം പോയി. ഞാൻ സാറ് അവിടെ ഇരുന്ന്, ഞാൻ സാറിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുക. സാറ് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ആ മെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പം ഇതാ വരുന്നു, എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറായിരുന്നു വന്നത്. എന്നെ സ്ഥിരപ്പെടുത്തി. അവർ സുപ്രീം കോടതിയിലൊന്നും പോകുന്നില്ല, എന്നെ സ്ഥിരപ്പെടുത്തി. അത് ഏറ്റവും രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാല പ്രാബല്യത്തോടെ, അതായത് 2012 തൊട്ട് എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി, പ്രൊമോഷൻ ഉൾപ്പെടെ എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി ഉള്ള വിധി അതിനകത്ത് ഇങ്ങനെ അടിച്ചു വന്നു. ഞാൻ ഒറ്റ ഓട്ടം ഓടി ബാത്റൂമിലേക്ക് ഓടിയിട്ട്, ഞാൻ എപ്പോഴും പോകുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഇതിങ്ങനെ എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുമ്പോൾ കഴുത്തേട്ടാണ് പോണേ. ഞാനിതിങ്ങനെ പൊത്തിപ്പിടിച്ച് പൈപ്പ് അങ്ങ് തുറന്നിട്ടിട്ട് പൊത്തിപ്പിടിച്ച് അങ്ങനെ കരഞ്ഞു. കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു. അപ്പോഴത്തേക്കും കൂടെ വർക്ക് ചെയ്യണവർ വേഗം പുറത്ത് വന്നിട്ട് ഡോറെ വന്ന് കൊട്ടി എന്നെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി. ബാക്കിയൊക്കെ കേൾക്കണ്ടേ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെ പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് അതൊരു ഭയങ്കര ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മാതാവ് അതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ള ആ 42 ദിവസം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കറക്റ്റ് 2 ദിവസം മുന്നേ എനിക്ക് ആ ഓർഡർ കിട്ടി. അതായത് അപ്പം വക്കീലിനോട് ഞാൻ ഈ കേസ് പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു, മോനെ നിനക്ക് എന്തോ ഭാഗ്യമുണ്ട്, സുപ്രീം കോടതിയിലേക്ക് അവർ പോയായിരുന്നെങ്കിൽ മിനിമം 10 ലക്ഷം രൂപ നീ അവിടെ കെട്ടിവെച്ചാൽ മാത്രമേ നിൻ്റെ പേപ്പർ പോലും അവരവിടെ എടുക്കുകയുള്ളൂ. 10 ലക്ഷം രൂപ. എങ്ങനെ ഞാൻ 10 ലക്ഷം പോയിട്ട് 10,000 രൂപ പോലും ആ സിറ്റുവേഷനിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഇനി ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഈ ഉടമ്പടി എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ അതിന് ശേഷം വന്ന് ഇവിടെ സംസാരിച്ച് എനിക്ക് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ തൈലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് 70 വയസ്സ് പ്രായമുണ്ട്. അമ്മയുടെ 2 കാലിലും വെരിക്കോസ് വെയിനാണ്. അത് ഒന്നാമത്തെ പ്രായമായതുകൊണ്ടും മുട്ടിന് കീഴ്പോട്ട് ശകലം പോലും ദശയില്ല, ഫുള്ള് ഇങ്ങനെ പുറണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുമെന്ന് പറഞ്ഞാൽ കട്ടിലേ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. കട്ടിലേന്ന് ഇറങ്ങി ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പം തന്നെ കാല് പൊട്ടി അതിങ്ങനെ ഒഴുകി ഇങ്ങനെ മുറിക്കാത്തോടൊക്കെ ആവും. അപ്പോൾ ഒരിടയ്ക്ക് സ്ഥിരം അങ്ങനെ വരുമായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അമ്മേനെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി ഞാൻ എടുത്തോണ്ടാണ് പോകണേ, അല്ല അമ്മേനെ നടത്തിക്കാൻ പറ്റില്ല. നടത്തിക്കഴിഞ്ഞാൽ അപ്പം ആ പോണ വഴിക്കോടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് കാരണം ഞാൻ അമ്മേനെ എടുത്തോണ്ടാണ് ബാത്റൂമിൽ പോണേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നീ ആ ഉടമ്പടി തൈലം ഉപയോഗിക്കാറില്ലെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാറുണ്ട്. നീ മാത്രം ഉപയോഗിച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം ചെയ്യണം, നിനക്ക് മാത്രം അതുകൊണ്ട് ഗുണം കിട്ടിയാൽ പോരാ. അപ്പം ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു, നീ അത് അമ്മയുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക. എന്നിട്ട് ഉപ്പില്ലേ, ആ ഉപ്പ് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ടിട്ട് അമ്മയുടെ ആ കാലും മുറിവും ഒക്കെ ക്ലീൻ ചെയ്യണ കൂടുതൽ അതും കൂടെ ചെയ്യുക. അങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കുക വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതിന് ശേഷം എൻ്റെ അമ്മയുടെ കാല് പൊട്ടിയിട്ടില്ല. കാല് പൊട്ടാത്ത കാരണം എനിക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ പറ്റുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ കാല് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഡെയിലി വെജറല്ലേ, ജോലിക്ക് പോയി എനിക്ക് ഒന്നും കിട്ടിയല്ലോ. അമ്മേനെ നോക്കി വീട്ടിൽ ഇരുന്നതിനാൽ ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കില്ല. വൈഫും 2 മക്കളും ഒക്കെ ഉണ്ട്, അവർക്ക് ആഹാരം കഴിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് മാതാവ് എനിക്ക് മാറ്റി തന്നു. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ മാസവും ഇവിടെ വരും. പറ്റുമെങ്കിൽ പറ്റണ പോലെ വെച്ച് ചിലപ്പോൾ ചില മാസം 2 പ്രാവശ്യമൊക്കെ വെച്ച് വരും. എൻ്റെ കയ്യിലുള്ള ക്യാഷിൻ്റെ അനുസരിച്ച് ഇവിടുന്ന് പത്രം മേടിക്കും. ഞങ്ങളിവിടെ യൂദാസ് ലീഗയുടെ ഒരു വിളക്ക് പുള്ളിയുണ്ട്, വിളക്ക് 1001 എണ്ണത്തിൽ കത്തിക്കണേ. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും വന്നാ. അപ്പോൾ നൊവേന കഴിഞ്ഞാൽ അവർ ഇറങ്ങി വരുമ്പം അവർക്ക് പത്രം കൊടുക്കും. പിന്നെ കല്യാണങ്ങൾ നടക്കണ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ വണ്ടിയിലേക്കൊക്കെ കയറാൻ പറ്റുന്ന ആൾക്കാർക്ക് പത്രം കൊടുക്കും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കുണ്ടായ എല്ലാ കാര്യങ്ങളും ഈ പത്രങ്ങൾ വായിച്ചുള്ള സാക്ഷ്യമെല്ലാം അവരോട് പറയാറുണ്ട്. ചില ആൾക്കാർ നമ്മൾ പറയാതെ തന്നെ ഇങ്ങോട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറയും, അവർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ കരുണാഭവൻ എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഒരു 10-60 അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഉണ്ട്.
ഒരു ദിവസം ഞങ്ങൾ രാവിലെ അവിടെ പോയി അവരുടെ കൂടെ അവിടെ സമയം ചിലവഴിച്ച് ഉച്ചയായപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ചോറും കറിയും ഞങ്ങൾ ഏർപ്പാടാക്കി അവർക്ക് വിളമ്പി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ച് അന്നൊരു ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ഞാനും പിള്ളേരും വൈഫും കൂടെ പോന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. എനിക്ക് അത്രയൊക്കെ വരുമാനമുള്ളൂ. ആ വരുമാനത്തിൻ്റെ ഇതിൽ പരിമിതി നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അതിലൊക്കെ അപ്പുറം എന്നെ ഞാനാക്കി തന്ന, എനിക്ക് എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാക്കി തന്ന എൻ്റെ കൃപാസന മാതാവിനും ഈ തിരുക്കുമാരനും കോടാനുകോടിക്ക് അപ്പുറത്തേക്ക് നന്ദി പറഞ്ഞാൽ തീരുകയില്ല.